നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കണോ? വേറെ ഒന്നും ചെയ്യേണ്ട, സാക്ഷാൽ മുരുകനെ സ്കന്ദനെ ഭജിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സ്കന്ദ എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് പേരാണ്. സ്കന്ദ് എന്നാണ് ശരിക്കും. ആ സ്കന്ദ എന്ന് വെച്ചാൽ ആക്രമിക്കുക, ചാടുക, നേടുക എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ആക്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കളെയാണ്. ആ ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാണ്. ശരിക്കും അജ്ഞാനത്തെ പരാജയപ്പെടുത്തി ജ്ഞാനത്തിലേക്കുള്ള വഴി തെളിയിക്കുന്ന യോദ്ധാവാണ് സാക്ഷാൽ മുരുകൻ സ്കന്ദൻ. അങ്ങനെ പറയാൻ കാരണം, സാക്ഷാൽ പരാശക്തിയുടെ സേനാധിപതി എന്ന് പറയുന്നത് സാക്ഷാൽ വരാഹിദേവി മഹാവാരാഹിയാണെങ്കിൽ, സാക്ഷാൽ പരമശിവന്റെ സേനാധിപതിയാണ് സാക്ഷാൽ ദണ്ഡായുധപാണിയായിട്ടുള്ള സ്കന്ദനായിട്ടുള്ള മുരുകൻ. അത്രയും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ ആ തടസ്സങ്ങൾ ഇല്ലാതാക്കും. അപ്പൊ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുന്നവനാരോ അവൻ ഗുരുവാണ്. ഭഗവാൻ ഗുരു തത്വമായിട്ട് അവിടെ നിങ്ങൾക്ക് വഴി തെളിയിക്കും. ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ഓരോ ആയുധങ്ങൾ അങ്ങനെ തന്നെയാണ്. ഭഗവാന്റെ വേല് അങ്ങനെ തന്നെയാണ്. വേല് തുളച്ച് കയറുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിലേക്കാണ് തുളച്ച് കയറുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ വഴി തെളിയിക്കും.